എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ആ നേവി ഹെഡ് കാർപ്പിനെ കണ്ട് എല്ലാവരും ഷോക്കാവും. മാത്രമല്ല അദ്ദേഹമാണ് ലൂഫിയുടെ ഗ്രാൻഡ്പാ എന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. നാമി ചോദിക്കും, ഇത് സത്യമാണോ? ഇദ്ദേഹം തന്നെയാണോ നിന്റെ ഗ്രാൻഡ്പാ? അതിന് ലൂഫി പറയും, അതെ. ഇവിടെ മിലിറ്ററി സോൾജിയേഴ്സും ജനങ്ങളും എല്ലാവരും ഫ്രീസ് ആയിട്ട് നിൽക്കാണ്. കാരണം നേവി ടീമിലെ എവർലാസ്റ്റിംഗ് സൂപ്പർ ഹീറോ ആണ് കാർപ്പ്. കാർപ്പിന് ഒരു പൈലറ്റായ കൊച്ചുമകൻ എങ്ങനെ ഉണ്ടായി? ഉടനെ ലൂഫി പറയും, ചെറുപ്പം മുതലേ ഒരുപാട് തവണ കാർപ്പ് ഇദ്ദേഹം എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉടനെ ആ ഗ്രാൻഡ് പറയും, നീ ആവശ്യമില്ലാത്തത് പറയാൻ പാടില്ല. ഞാൻ ആക്ച്വലി നിന്നെ സ്ട്രോങ് ആക്കാനായിരുന്നു ചെറുപ്പം മുതലേ ശ്രമിച്ചത്. കൊച്ചിലെ നിന്നെ കുഴിയിലേക്ക് എടുത്തെറിഞ്ഞതും നടുക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞതും അവസാനമായിട്ട് ഒരുപാട് ബലൂണുകളൊക്കെ കെട്ടിവെച്ച് നിന്നെ മുകളിലേക്ക് ഉയർത്തിവിട്ടതും എല്ലാം തന്നെ നിന്നെ സ്ട്രോങ് ആക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അതിങ്ങനെ വളച്ചൊടിക്കുന്നത് ഒട്ടും ശരിയല്ല. അത് കേട്ട് നമ്മുടെ ആൾക്കാര് അവർ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. സോ ഇതുപോലുള്ള ഭ്രാന്തൻ ട്രെയിനിങ് ഒക്കെ കിട്ടിയതുകൊണ്ടാണ് നമ്മുടെ ലൂഫി അവൻ ഹൈപ്പർ ആക്റ്റീവായി പോയത്. ഉടനെ ഗ്രാൻഡ്പാ പുള്ളിക്കാരൻ വമ്പൻ ആറ്റിറ്റ്യൂഡ് ഇട്ട് പറയും, എനിക്ക് ഇവനില് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇവനെ പുറത്തേക്ക് അയച്ചു. ആ സമയം ഇവന്റെ ചേട്ടൻ ഐസ് ആള് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ട്രെയിനിങ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവൻ കിട്ടിയ അവസരം മുതലാക്കി ലോകം മുഴുവൻ അലഞ്ഞു നടന്ന് ആഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇത്രയും കാലവും ചെയ്തു കൂട്ടിയത്. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഒരു മറൈൻ ആളായി മാറണമെന്ന്. എന്നിട്ട് നീ വീണ്ടും വീണ്ടും ചുവപ്പ് മുടിയന്റെ പിന്നാലെ നടന്ന് നീ നിന്റെ ലൈഫ് വേസ്റ്റ് ആക്കി. അതിന് ലൂഫി അവൻ അടിച്ചു പറയും, എന്നെ കൊണ്ട് ഒരിക്കലും ഒരു നേവി ഓഫീസർ ആവാൻ കഴിയില്ല. ഇതാണ് എന്റെ ഇഷ്ടം. പൈലറ്റ് കിങ് ആയി മാറാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയത്. മാത്രമല്ല ഷങ്സ്, അദ്ദേഹം എനിക്ക് എല്ലാമാണ്. ഒരു കാരണവശാലും അദ്ദേഹത്തെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല. അത് കേട്ട് കലിയിളകിയ കാർപ്പ് ആള് ലൂഫിയെ പിടിച്ചു വലിച്ച്, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുൻപിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കും. ഞാൻ നിന്റെ ഗ്രാൻഡ്പാ ആണ്. അതിനുപരി ഞാൻ നേവി ടീമിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. ഉടനെ ചുറ്റുമുണ്ടായിരുന്ന ആൾക്കാര് അവരത് കണ്ട് അവരുടെ ഹാർട്ട് ബീറ്റ് കൂടാനായിട്ട് തുടങ്ങും. ലൂഫിയുടെ കോൺഫിഡൻസ് അത് ഗ്രാൻഡ്പയുടെ മുൻപിൽ നഷ്ടപ്പെട്ടോ? ഇനി എങ്ങനെ നമ്മൾ അവനെ രക്ഷിക്കുമെന്ന് ആലോചിക്കുമ്പോഴേക്കും ലൂഫിയും ഗ്രാൻഡ്പയും രണ്ടുപേരും കൂർക്കം വലിച്ചുറങ്ങാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാർക്ക് വീണ്ടും ഡബിൾ ഷോക്കാവും. ഉടനെ ഗ്രാൻഡ്പ ആണെങ്കിൽ ഇപ്പൊ ഞെട്ടി എഴുന്നേക്കും. ഓ മൈ ഗോഡ്, ഞാൻ ഉറങ്ങിപ്പോയോ? ആ കുരുത്തം കെട്ട ചെക്കൻ എവിടെയെന്ന് പറഞ്ഞ് ഇപ്പൊ കയ്യിലേക്ക് നോക്കും. ലൂഫി ഇപ്പോഴും കൂർക്കം വലിച്ചുറങ്ങാണ്. ഉടനെ ഗ്രാൻഡ്പ അവനെ കുനിച്ചു നിർത്തി കൂമ്പിനിടിക്കും. പിന്നീട് അറഞ്ചം പുറഞ്ചം വീട്ടിലിട്ട് ഇപ്പൊ ചവിട്ടി കൂട്ടുകയാണ്. നമ്മുടെ ആൾക്കാർക്ക് അത് കണ്ട് ചിരിക്കണോ കരയണോ പിടിച്ചു മാറ്റണോ അതോ ജീവനും കൊണ്ട് ഓടണോ എന്നറിയാതെ അങ്ങനെ തലവേദനിച്ചിരിക്കും. സോപ്പിനാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ലൂഫിയുടെ ഗ്രാൻഡ്പ ഒരു നേവി ഹെഡാണോ? നോ, ദിസ് ഇസ് അൺബിലീവബിൾ എന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കരമായിട്ട് ഷോക്കായിട്ടിരിക്കും. ഇവിടെ ഗ്രാൻഡ്പ ഇടിച്ചതില് ഇപ്പൊ ലൂഫിയുടെ തല അങ്ങനെ ഗോപുരം പോലെ മുളച്ചു വരും. ഗ്രാൻഡ്പയ്ക്കാണെങ്കിൽ ആളുടെ കലി അടങ്ങില്ല. നിനക്കൊരു കാര്യം അറിയോ? ഈ ലോകത്ത് ഇപ്പൊ പൈററ്റ്സുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതിൽ തന്നെ ടോപ്പായി നിൽക്കുന്ന 4 പേരെ ഞങ്ങൾ കണ്ടെത്തി. അതിലൊരാളാണ് ആ വൈറ്റ് ബിയർഡ്. ആക്ച്വലി ഈ 4 പേരുമാണ് ഗ്രാൻഡ് ലൈനിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ എല്ലാവരും അവരെ 4 എംപറേഴ്സ് എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളും നേവി ടീംസും വർഷങ്ങളായി അവരെ തകർക്കാനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ ആ കഥയൊക്കെ കേട്ട് കോരിത്തരിക്കും. അവൻ ഒരു സെക്കൻഡ് ഷങ്സ് കൊടുത്ത ആ ഒരു തൊപ്പിയെ നോക്കും. ഇവിടെ റോബിനാണെങ്കിൽ ഓൾറെഡി ഷങ്സിനെ അറിയാം. പക്ഷെ ഷങ്സ് ഇത്രയും പവർഫുൾ ആയ ഒരാളാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും അത്ഭുതത്തോടു കൂടെ ഗ്രാൻഡ്പയും ആളുടെ കൊച്ചുമകനെ നോക്കി നിൽക്കുമ്പോഴായിരിക്കും കുട്ടികളെല്ലാം ചേർന്ന് സോറയെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് അവിടേക്ക് കൊണ്ടുവരിക. സോറയാണെങ്കിൽ അവനെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവിട്ടതിന് പകരമായി ചെക്കന്മാരുടെ തലയ്ക്കൊക്കെ 5-6 അടിയൊക്കെ കൊടുത്ത് അവിടുന്ന് പറഞ്ഞു വിടും. സോറയുടെ പിരി ഇളകിയെന്നും കരുതി ഇപ്പൊ കുട്ടികളാണെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെടും. സോറയാണെങ്കിൽ ചുറ്റും നോക്കും. മുഴുവൻ ഒരുപാട് മറൈൻ ടീംസ്. അവന്റെ സ്ക്വാഡ്സ് ഒക്കെ കയ്യിലെടുത്ത് ഇപ്പൊ അവർ ഓരോരുത്തരായിട്ട് അടിച്ച് തെറിപ്പിക്കാൻ തുടങ്ങും. അത് കണ്ട് നമ്മുടെ ഗ്രാൻഡ്പ ആളിപ്പോ സോറെ സ്റ്റൈലായിട്ട് നോക്കി നിൽക്കാണ്. ഗ്രാൻഡ്പ ആണെങ്കിൽ ആളുടെ ടീമിലുള്ള 2 സ്ട്രോങ്ങസ്റ്റ് ആയ ആൾക്കാരെ സോറയ്ക്ക് നേരെ ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞു വിടും. അത് കണ്ട ലൂഫി അവനാണെങ്കിൽ ഇപ്പൊ സോറയെ സപ്പോർട്ട് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് പോവും. അടുത്ത സെക്കൻഡ് ഇപ്പൊ 2 ടീമും വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് പൊരിഞ്ഞ ഫൈറ്റ്. സോറയും ലൂഫിയും ഒരു നിമിഷ നേരം കൊണ്ട് 2 ഓപ്പണൻസിനെയും തല്ലി തോൽപ്പിക്കും. ഇപ്പൊ ലൂഫിയുടെ ഇടി കിട്ടിയവനാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ നോക്കി ചിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ പഴയ കണ്ണാടി പയ്യൻ ചോദിക്കും, നിനക്ക് ഇതുവരെയായിട്ടും എന്നെ മനസ്സിലായില്ലല്ലേ ലൂഫി? നിനക്ക് കണ്ണാടി പയ്യൻ കോബിയെ ഓർമ്മയുണ്ടോ?
അതെ, ഇത് ഞാനാണ് നിന്റെ പഴയ ഫ്രണ്ട്. ലൂഫിക്കാണെങ്കിൽ അവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൻ പറയും, ഒരിക്കലും അല്ല, നടിപ്പയ്യനെ കണ്ട എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അവൻ ഇത്രയും ഹൈറ്റും വെയിറ്റും ഒന്നുമില്ല, അവനൊരു കുഞ്ഞനാണ്. അത് കേട്ട് നമ്മുടെ കണ്ണാടിച്ചക്കൻ അവൻ ചിരിക്കും. അതെ, നീ പറഞ്ഞത് ശരിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു കുഞ്ഞൻ പയ്യനായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ നേവിയിൽ ട്രെയിനിങ് എടുത്ത് വളർന്നു വലുതായി. പക്ഷെ ഞാൻ ഇപ്പോഴും ട്രെയിനിങ് ആണ്, നേവി ഓഫീസറായി മാറിയിട്ടില്ല. നീ നിന്റെ ടീം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാണ് നിങ്ങളെ കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത്. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് അവന്റെ സന്തോഷം അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. പഴയ കണ്ണാടിപ്പയിൽ നിന്ന് ഇവൻ ഒരുപാട് മാറിപ്പോയെന്ന് പറഞ്ഞ് അവനെയും കൂട്ടി അങ്ങനെ നടക്കുകയാണ്. അപ്പോഴായിരിക്കും എൽമപ്പോ അവൻ വിളിച്ചു പറയാ, ലൂഫി, നിങ്ങൾക്കാർക്കും എന്നെ വേണ്ടേ? ഞാനും നിന്റെ പഴയ ഫ്രണ്ടാണ്. ലൂഫി വീണ്ടും കൺഫ്യൂസ്ഡ് ആയി ഇപ്പൊ എൽമപ്പോയി നോക്കും. അതിനവൻ പറയും, അതെ, ഞാനാണ് ക്യാപ്റ്റൻ മോർഗന്റെ മകൻ എൽമപ്പോ. ലൂഫിക്കാണെങ്കിൽ ആളെ പിടികിട്ടും. ഓ, നീയായിരുന്നോ? ഓക്കെ, നീയും പോരേന്ന് പറഞ്ഞ് ലൂഫി അവനെ കൂടെ വിളിക്കും. പക്ഷെ എൽമപ്പോവിന് അത് തീരെ ഇഷ്ടാവില്ല. എന്നെ കൊണ്ട് പറ്റില്ല, ഞാനിപ്പോഴും നിങ്ങൾക്ക് അന്യനാണല്ലേ, ഞാൻ എവിടേക്കും ഇല്ല എന്ന് പറഞ്ഞ് അവനിപ്പോ കരയാൻ തുടങ്ങും. അപ്പൊ അതേസമയം കാർപ്പാണെങ്കിൽ ആള് തകർത്ത് കളഞ്ഞ ആ ഒരു ചുമര് അവന്റെ സോൾജിയേഴ്സിനോട് വീണ്ടും കെട്ടിക്കൊടുക്കാനായിട്ട് പറയും. അതിനവര് ചോദിക്കും, ഇത് ഞങ്ങളെ കൊണ്ട് കെട്ടിക്കാനായിരുന്നെങ്കിൽ തല്ലിപ്പൊളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എന്തായാലും കുഴപ്പമില്ല, ഞങ്ങളിത് റെഡിയാക്കാം. പക്ഷെ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഞങ്ങളെ സഹായിക്കണം. ഉടനെ കാർപ്പാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയി അവരുടെ കൂടെ നിന്ന് ആ ഒരു മതില് ആള് തകർത്ത ചുമര് ഇപ്പൊ പതിയെ പതിയെ കെട്ടാനായിട്ട് തുടങ്ങും. കാഞ്ചിക്കും സോറയ്ക്കും ആണെങ്കിൽ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. കാരണം ഇത്രയും വലിയൊരു ചീഫ് സബോർഡിനേറ്റ്സ് പറഞ്ഞ അനുസരിച്ച് അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാണ്. ഉടനെ ഗ്രാൻഡ് പാ ആള് ലൂഫിയോട് ചോദിക്കും, നീ നിന്റെ പപ്പയെ മീറ്റ് ചെയ്തല്ലേ? അത് കേട്ട് ലൂഫി അവൻ വണ്ടടിക്കും. ഞാനോ? പപ്പയെയോ? ആക്ച്വലി എനിക്ക് പപ്പയെ ഓർമ്മ പോലും ഇല്ല. അതിന് ഗ്രാൻഡ് പാ, ഓ, അപ്പ അവൻ നിന്റെ അടുത്തേക്ക് വന്ന് സത്യം പറഞ്ഞില്ല അല്ലേ? ആക്ച്വലി ലോക്ക്ഡൌണിൽ വെച്ച് നിന്റെ പപ്പ നിന്നെ കണ്ടിരുന്നു. ആക്ച്വലി ആ ഒരു ഐലാൻഡ് അവര് ഗ്രാൻഡ് ലൈനിലേക്ക് വരുന്നതിന് തൊട്ടു മുൻപ് കപ്പലിറങ്ങിയ അതേ ഐലാൻഡാണ്. അവിടെ വെച്ചാണ് കോൾഡ് ഡി റോജർ മരണപ്പെട്ടത്. ലൂഫി ആണെങ്കിൽ അവിടെ നടന്ന ഓരോരോ ഇൻസിഡന്റ് ആയിട്ട് ആലോചിക്കാനായിട്ട് തുടങ്ങും. ബഗ്ഗിയെ കണ്ടത്, അവനെ കൊല്ലാനായിട്ട് ശ്രമിച്ചത്, അവിടുന്ന് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടത്, അങ്ങനെ ഓരോരോ കാര്യങ്ങളും ലൂഫിയുടെ മനസ്സിലേക്ക് കടന്നു വരും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അവിടെ എവിടെയും വെച്ച് അച്ഛനെ കണ്ടായിട്ട് ഓർമ്മ വരില്ല. അപ്പോഴായിരിക്കും ഗ്രാൻഡ് പറയാ, നിന്റെ അച്ഛന്റെ പേര് മങ്കി ഡി ഡ്രാഗൺ എന്നാണ്. നമ്മുടെ ലൂഫിയെ സ്മോക്കർ അറ്റാക്ക് ചെയ്ത സമയത്ത് അവനെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് ലൂഫിയെ പ്രൊട്ടക്ട് ചെയ്ത ആ പച്ച കോട്ടിട്ട മനുഷ്യനാണ് ലൂഫിയുടെ പപ്പ. ഡ്രാഗന്റെ മകനാണ് ലൂഫി എന്ന് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന നേവി സോൾജിയേഴ്സ് അവർ പേടിക്കാനായിട്ട് തുടങ്ങും. കാർപ്പിന്റെ മകൻ ഡ്രാഗൻ, ഡ്രാഗന്റെ മകൻ ലൂഫി. ഇവിടെ ലൂഫിക്കാണെങ്കിൽ മങ്കയെയും ഡ്രാഗനെ ഒന്നും തന്നെ അറിയില്ല. അവനത് ആരാണെന്നും പറഞ്ഞ് സാഞ്ചിയോട് ചോദിക്കും. അതിന് സാഞ്ചി, നിനക്ക് ഡ്രാഗൻ ആരാണെന്ന് ഇതുവരെയായിട്ട് അറിയില്ലേ? ഉടനെ റോബിൻ അവളിപ്പോ ലൂഫിയോട് പറയും, റവല്യൂഷണറി ആർമി, അതിന്റെ ക്യാപ്റ്റനാണ് നിന്റെ പപ്പ. ആക്ച്വലി നിന്റെ പപ്പ ആളൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആളാണ്. എവിടെ നിന്ന് വന്നു, എന്ത് ചെയ്യുന്നു എന്ന് ആർക്കും അറിയില്ല. ഉടനെ ലൂഫിയുടെ പപ്പയെ കുറിച്ചുള്ള സ്റ്റോറി കേട്ട് എല്ലാവരും ഷോക്കായി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.